ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോമിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ്. അതിൽ ഈ നോട്ട്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോറോട് കൂടെ പാസ്സാകാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ മറ്റോ എഴുതാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. Accounting is the recording of business transactions for getting final results, example profit or loss. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ ഫൈനൽ റിസൾട്ട്സ്, അതായത് ഈ പ്രോഫിറ്റ് ലോസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് AICPA നിർവചിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. അവർ പറയുന്നത് accounting is the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. Accounting എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണി ട്രാൻസാക്ഷൻസ് ഈവൻറ്റ്സ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുന്ന ആ ഒരു ആർട്ട്, ആ ഒരു കലയാണ്. അതായത് ഈ സൈനിഫിക്കൻറ്റ് മാനറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ട്, ആ ഒരു കലനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മോണിറ്ററി ട്രാൻസാക്ഷൻ, പിന്നെ ഹിസ്റ്റോറിക്കൽ നേച്ചർ, ലീഗൽ റിക്വയർമെൻറ്റ്സ്, എക്സ്റ്റേണൽ യൂസ്, ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻ്ററിം റിപ്പോർട്ട്സ് എന്നിവയൊക്കെ. ഇതിലിപ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷന് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പണമിടപാട്, പിന്നെ ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്, പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ് നിയമപരമായ ആവശ്യകതകളൊക്കെ ഉള്ളതാണ്, പിന്നെ എക്സ്റ്റേണൽ യൂസ് ബാഹ്യ ഉപയോഗങ്ങൾ, ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇൻ്ററിം റിപ്പോർട്ട്സ് എന്നിവയൊക്കെ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. ഇതിൽ 30-31 ടേംസോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സാധാരണ ഇപ്പോൾ എക്സാമിന് ഒരു 2-3 ഒക്കെ ആയിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യനിലും മറ്റും കാണാറുണ്ട്. ഫസ്റ്റ് ടേമാണ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ന് ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ മണി ഈസ് വർത്ത്, ഇപ്പോൾ പണത്തിൻ്റെ മൂല്യമുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ കൈമാറുക. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ സർവീസസിന് വേണ്ടിയിട്ടോ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് വേണ്ടിയിട്ടോ ഒക്കെ ക്യാഷ്, റെസിപ്റ്റ്, പേയ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ ഇടപാടുകളിലെ പ്രോഫിറ്റ്, ലോസ്, ലാഭനഷ്ടം ഒക്കെ വരുന്നതാണ്. ഇതിനൊക്കെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഡെപ്റ്റർ. ഡെപ്റ്റർ ആരാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാം എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ഫേം മോസ്റ്റ്ലി ഓൺ അക്കൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഈസ് കോൾഡ് എ ഡെപ്റ്റർ. എന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് വിൽപ്പനയുടെ പേരിൽ സ്ഥാപനത്തിന് കൂടുതൽ പണം നൽകാനുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഗുഡ്സ് ആർ സോൾഡ് ടു എ പേഴ്സൺ ഓൺ ക്രെഡിറ്റ് ദാറ്റ് പേഴ്സൺ പേയ്സ് ദ പ്രൈസ് ഇൻ ഫ്യൂച്ചർ ഹി ഈസ് കോൾഡ് എ ഡെപ്റ്റർ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ വ്യക്തി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള വില നൽകുമ്പോൾ ആ വ്യക്തിനെ നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നു. അടുത്ത ടേമാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതായത് എ പേഴ്സൺ ടു ഹും മണി ഈസ് ഓവിങ് ബൈ ദ ഫേം ഈസ് കോൾഡ് ക്രെഡിറ്റർ. അതായത് ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പണം, ക്യാഷ് നമ്മൾ കുടിശ്ശികയുള്ള ഒരു വ്യക്തിനെ കടക്കാരൻ എന്ന് വിളിക്കുന്നു. അതായത് ഇപ്പോൾ ഫേമിൽ നിന്ന് നമ്മൾ കടം വാങ്ങുന്ന ആ വ്യക്തിനെ നമ്മൾ കടക്കാരൻ എന്ന് വിളിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ക്യാപിറ്റൽ. ഇറ്റ് മീൻസ് ദ എമൗണ്ട് വിച്ച് ദ പ്രൊപ്പറേറ്റർ ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫേം ഓർ ക്യാൻ ക്ലെയിം ഫ്രം ദ ഫേം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ആ ഒരു എമൗണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇത് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ് വർത്ത് എന്നൊക്കെ ഇതിന് നമ്മൾ വിളിക്കുന്നതാണ്. അടുത്ത ഒരു ടേമാണ് ലാബിലിറ്റി. ഇറ്റ് മീൻസ് ദ എമൗണ്ട് വിച്ച് ദ ഫേം ഓസ് ടു ഔട്ട്സൈഡേഴ്സ് ദാറ്റ് ഈസ് എക്സെപ്റ്റിംഗ് ദ പ്രൊപ്പറേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടമസ്ഥൻ ഒഴികെയുള്ള പുറത്ത് നിന്നുള്ളവർക്ക് സ്ഥാപനം നൽകേണ്ട തുക എന്നാണ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് പ്രൊപ്പറേറ്റർ. ദ പേഴ്സൺ ഹു മേക്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബെയേഴ്സ് ഓൾ ദ റിസ്ക്സ് കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് നോൺ ആസ് ദ പ്രൊപ്പറേറ്റർ. അതായത് പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്. അതായത് നിക്ഷേപം നടത്തുകയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപകട സാധ്യതകളെയും വഹിക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ പ്രൊപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് അക്കൗണ്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വേരിയസ് ഡീലിങ്സ് വിച്ച് ഒക്യൂർ ബിറ്റ്വീൻ എ കസ്റ്റമർ ആൻഡ് ദ ഫേം. എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറും ഒരു സ്ഥാപനവും തമ്മിൽ നടക്കുന്ന വിവിധ ഇടപാടുകളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പ്രസ്താവനയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ.
അടുത്തതാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് മണി ഓർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് വിച്ച് ദ പ്രൊപ്പറേറ്റർ ടേക്സ് ഫോർ ഹിസ് ഡൊമസ്റ്റിക് ഓർ പേഴ്സണൽ യൂസ്. ഇറ്റ് ഈസ് യൂഷ്വലി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. അതായത് ഇത് പണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ തൻ്റെ ഗാർഹിക അല്ലെങ്കിൽ വ്യക്തിഗത ഉപയോഗത്തിനായി എടുക്കുന്ന സാധനങ്ങളുടെ മൂല്യം. ഇത് സാധാരണയായും ഈ ക്യാപിറ്റലിൽ നിന്നും കുറയും. അടുത്തതാണ് റവന്യൂ. ഇറ്റ് മീൻസ് ദ എമൗണ്ട് വിച്ച് ആസ് എ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ് ഈസ് ആഡഡ് ടു ദ ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഓപ്പറേഷൻസിനൊക്കെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ്, ആ ഒരു വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും. അടുത്തതാണ് എക്സ്പെൻസ്. ദ ടേം എക്സ്പെൻസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. അതായത് ഇപ്പോൾ നമ്മൾ ഈ റവന്യൂ ഏൺ ചെയ്യുന്ന പ്രോസസ്സിൽ, ആ ഒരു പ്രക്രിയയിൽ നമുക്കുണ്ടാവുന്ന ചിലവുകളെ, അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പേർച്ചേസ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ഓഫ് ഗുഡ്സ് ബൈ ദ ട്രേഡർ ഫോർ സെല്ലിംഗ് ദം ടു ഹിസ് കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് പേർച്ചേസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രേഡർ തൻ്റെ ഉപഭോക്താക്കൾക്ക്, അതായത് തൻ്റെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനായിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് നമ്മൾ പേർച്ചേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെയിൽസ്. വെൻ ദ ഗുഡ്സ് പേർച്ചേസ്ഡ് ആർ സോൾഡ് ഔട്ട് ഇറ്റ് ഈസ് നോൺ ആസ് സെയിൽസ്. നമ്മൾ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. അടുത്ത ടേമാണ് സ്റ്റോക്ക്. ദ ഗുഡ്സ് പർച്ചേസ്ഡ് ആർ ഫോർ സെല്ലിംഗ് ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ഔട്ട് ഫുള്ളി. എ പാർട്ട് ഓഫ് ദി ടോട്ടൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഈസ് കെപ്റ്റ് വിത്ത് ദ ട്രേഡർ അണ്ടിൽ ഇറ്റ് ഈസ് സോൾഡ് ഔട്ട്. ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ സ്റ്റോക്ക്. ഇതിൽ ഈ സ്റ്റോക്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് ഇയറിൽ ഉള്ള അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് അടുത്ത സബ്സിക്വൻ്റ് ഇയറിലേക്കുള്ളതാകുമ്പോൾ നമ്മൾ അതിനെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അടുത്ത ടേമാണ് അസറ്റ് എന്ന് പറഞ്ഞാൽ എനി ഫിസിക്കൽ തിങ് ഓർ റൈറ്റ് ഓൺഡ് ദാറ്റ് ഹാസ് എ മണി വാല്യൂ ഈസ് ആൻ അസറ്റ്. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കൽ തിങ് അല്ലെങ്കിൽ ഒരു റൈറ്റ് പറഞ്ഞാൽ അവകാശം, അത് ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നതിന് അതിനൊരു എന്തുണ്ട്, മണി വാല്യൂ കൂടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ, പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അക്കൗണ്ടിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ എഴുതിയെടുത്തിട്ടോ കറക്റ്റായിട്ട് പഠിച്ച് പോയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ കഴിയും. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം.